ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവം നമ്മോട് ദൈവവചനത്തിലൂടെ സംസാരിക്കുമ്പോൾ എന്താണ് നമ്മുടെ മറുപടി എന്ന്, എന്തായിരിക്കണം നമ്മുടെ മറുപടി എന്ന് ദൈവവചനത്തിലൂടെ പരിശുദ്ധ കന്യാമറിയം നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷ ഭാഗം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനവും 38-ാം തിരുവചനവും. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ദൈവവചനം ശ്രവിക്കുന്ന ദൈവമക്കളെ, കർത്താവ് നിങ്ങളോട് പലപ്പോഴും സംസാരിക്കുന്ന സമയമുണ്ട്. കർത്താവ് നിങ്ങളിലേക്ക് ദൂതന്മാരെ അയക്കുന്ന സമയമുണ്ട്. നിങ്ങൾക്കായിട്ട് വചനം നൽകുന്ന സമയമുണ്ട്. ആ വചനം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുകഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുന്നിൽ എളിമയോട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനുള്ള കൃപ നമുക്കുണ്ടാകണം. ആ കൃപയുണ്ടാകുന്ന നിമിഷം ആ വചനം നിങ്ങളിൽ പൂർത്തീകരിക്കും. നിങ്ങൾ എന്ത് നിയോഗം വെച്ചാണോ ദൈവത്തോട് യാചിച്ചത്, ആ നിയോഗം, ആ ആവശ്യം നിങ്ങൾക്ക് സഫലമായി ലഭിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമാധാനവും നിങ്ങളുടെ മേൽ ഈ നിമിഷം മുതൽ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ മുന്നിൽ പരിശുദ്ധ കന്യാമറിയത്തെ പോലെ എളിമപ്പെട്ടുകൊണ്ട് സ്വീകരിച്ച ദൈവവചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനുള്ള കൃപ നിങ്ങൾക്ക് ഇന്നു മുതൽ ഉണ്ടാകട്ടെ. ഞാനെന്നുള്ള ഭാവം മാറി എൻ്റേതെന്നുള്ള ഭാവം മാറി ദൈവം പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ നടത്തും, ഇന്നു മുതൽ അത് നടക്കും എന്ന് വിശ്വസിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.